ബ്രസ്റ്റ് ക്യാൻസർ കണ്ടുപിടിക്കുന്നതിന് വേണ്ടി വളരെ ചെറിയ ഡോസിലുള്ള എക്സ്റേ ഉപയോഗിച്ച് ബ്രസ്റ്റിൻ്റെ ഒരു ഇമേജ് ക്രിയേറ്റ് ചെയ്യുന്നതാണ് മാമോഗ്രാം. ആർക്കാണ് ബ്രസ്റ്റ് ക്യാൻസറിൻ്റെ റിസ്ക് കൂടുതലായിട്ടുള്ളത്? കേരളത്തിൽ നോക്കിയാൽ ഏറ്റവും പ്രധാനമായി ഒരു ഫാമിലി ഹിസ്റ്ററി ഓഫ് ബ്രസ്റ്റ് ക്യാൻസർ, അതായത് നമ്മുടെ ബ്ലഡ് റിലേഷനിലുള്ള ആർക്കെങ്കിലും അമ്മയ്ക്കോ സഹോദരിമാർക്കോ ബ്രസ്റ്റ് ക്യാൻസർ വന്നിട്ടുണ്ടെങ്കിൽ അവർക്ക് കൂടുതലായി ബ്രസ്റ്റ് ക്യാൻസർ വരാനുള്ള റിസ്ക് ഉണ്ട്. വളരെ നേരത്തെ ആർത്തവം തുടങ്ങിയോ വളരെ ലേറ്റായി ആർത്തവം അവസാനിക്കുകയോ ചെയ്യുന്ന സ്ത്രീകളിലും ബ്രസ്റ്റ് ക്യാൻസറിൻ്റെ റിസ്ക് കൂടുതലാണ്. അതുപോലെ ഗർഭദിനോദന മാർഗമായി ഓറൽ കോൺട്രാസെപ്റ്റീവ് പിൽസ് ഉപയോഗിക്കുന്നവരിലും ബ്രസ്റ്റ് ക്യാൻസർ കൂടുതലായി കണ്ടുവരുന്നു. ഇപ്പോൾ ജീവിതശൈലി രോഗങ്ങളുടെ റിസ്ക് ഫാക്ടേഴ്സായ ഒബീസിറ്റി, അമിതമായ കൊഴുപ്പ് കലർന്ന ഭക്ഷണം, ഇവയെല്ലാം ബ്രസ്റ്റ് ക്യാൻസറിന് സാധ്യത കൂട്ടുന്നു. റിസ്ക് ഫാക്ടർ കൂടുതലുള്ളവരിലാണ് മാമോഗ്രാം വളരെ അത്യാവശ്യമായി ചെയ്യേണ്ടത്. എന്നാൽ ഇപ്പോഴത്തെ ഒരു പ്രവണത നമ്മൾ കണ്ടുവരുന്നത്, ഗ്ലോബലിയും കേരളത്തിലും ഇന്ത്യയിലും ഒക്കെ നമ്മൾ കണ്ടുവരുന്ന ഒരു പ്രവണത എന്ന് പറഞ്ഞാൽ, യാതൊരുവിധ റിസ്ക് ഫാക്ടേഴ്സ് ഇല്ലാത്ത ആൾക്കാരിൽ പോലും ബ്രസ്റ്റ് ക്യാൻസർ വരാറുണ്ട്. ആർക്കും വേണമെങ്കിലും മാമോഗ്രാം ചെയ്യാൻ സാധിക്കും. പക്ഷേ 40 വയസ്സിന് ശേഷമേ ബ്രസ്റ്റ് ക്യാൻസർ കണ്ടുപിടിക്കുന്നതിന് വേണ്ടി മാമോഗ്രാം റെക്കമെൻഡ് ചെയ്യപ്പെടുന്നുള്ളൂ.